ഇപ്പോൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു പരിപാടിയുണ്ട്, റിയാലിറ്റി ഷോ ഉണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരൊക്കെ തസ്ബീഹ് മാല കയ്യിൽ ഇരുന്നിട്ട് പടച്ചോനെ ജാസ്മിൻ ജയിക്കണേ റഹ്മാനെ, മറ്റവള് ജയിക്കണേ റഹ്മാനെ, ഇവള് ജയിക്കണേ റഹ്മാനെ എന്ന് ഇങ്ങനെ തസ്ബീഹ് മാല ചെല്ലിട്ട് ഇങ്ങനെ വോട്ട് ചെയ്യുക. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു ഈ മമലിക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. എത്രയോ മുസ്ലിം സഹോദരിമാർ പടച്ചവനെ മഗ്രിബിന്റെ ഇശായുടെ ഈ സമയത്ത് ഇത് ഇങ്ങനെ കണ്ട് ഇതിങ്ങനെ ലയിച്ചിരിക്കുക. ഇപ്പോ എന്നോടൊരു സഹോദരൻ പറഞ്ഞു, ഉസ്താദെ വീട്ടിൽ കയറാൻ പറ്റുന്നില്ല ഉസ്താദെ. കാരണം എന്തേ, ബിഗ് ബോസിൽ ഏതെങ്കിലും ഒരു മത്സരാർത്ഥിയെ ജയിലിട്ട് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മാക്കന്ന് ചോറ് വേണ്ടി ഉസ്താദെ. എൻ്റെ ഉമ്മ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒരാളെ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിൽ ബിഗ് ബോസിൽ ആ കണ്ടസ്റ്റന്റിനെ, ആ മത്സരാർത്ഥിയെ ജയിലിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉസ്താദെ എൻ്റെ ഉമ്മിച്ചാക്ക് ചോറ് വേണ്ട ഉസ്താദെ. അള്ളാഹു കാത്തിരിക്കട്ടെ, ഈ മമലിക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. ഉംറയ്ക്ക് പോയതാ, ഉംറയ്ക്ക് പോയിട്ട് കൗബാലയത്തിന് അവിടെ പോലും ദുആ ചെയ്യണത് പഠിച്ചവനെ ഓള ജയിപ്പിക്കണേ അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു ഈ മമലിക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പം ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാ, എല്ലാ തെമ്മാടിത്തരങ്ങളും മാറ്റിവെച്ച്, എല്ലാ ഹറാമുകളും മാറ്റിവെച്ച്, എല്ലാ തിന്മകളും മാറ്റിവെച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് ഞാൻ പറയാ, ആ സ്വർഗത്തിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും പ്രയത്നിക്കണം. ഞാൻ ചോദിക്കട്ടെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഏതാ? സ്വർഗമല്ലേ? സ്വർഗമല്ലേ? എല്ലാ വെള്ളിയാഴ്ചയും ഞാനും നിങ്ങളും അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, റബ്ബേ നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ. എന്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും ആഗ്രഹം എന്താ? സ്വർഗമാ അല്ലാഹുവേ. ആ സ്വർഗത്തിലേക്ക് കടക്കുന്ന 3 വിഭാഗത്തെ പറ്റി റസൂലുള്ളാഹി പറയുന്നുണ്ട്. ആ 3 വിഭാഗത്തെ പറ്റി നമ്മൾ പറയും. ഇല്ല ഉസ്താദ് എനിക്ക് വേണ്ട, ഇല്ല അത് വിഷയമില്ല, ഓർക്ക് വെച്ചു കൊടുത്തു, ഇവിടെ വേണ്ട, ഇല്ലില്ല അത് നമ്മളെ ജോലി ഇതല്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ, അല്ലാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറയണത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലേക്ക് കടക്കുന്ന 3 വിഭാഗം ആളുകൾ ആരാ? സ്വർഗത്തിലേക്ക് കടക്കുന്ന 3 വിഭാഗങ്ങൾ ആരാ? ആ 3 വിഭാഗങ്ങൾ മാത്രം ഇൻഷാ അല്ലാഹ് ഒരു 1.5 മണിക്കൂർ പറയാനുള്ള വിഷയമുണ്ട്. അത് പറഞ്ഞ് ചോറൊക്കെ വാങ്ങിച്ച് കുറച്ച് നിങ്ങളുടെ നിന്ന് പൈസ കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? പോകണം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ, റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ചോദിക്കട്ടെ, സ്വർഗത്തിന് പോകാൻ ആഗ്രഹമുള്ളവർ കൈവക്കിയപ്പ. എനിക്ക് പോകണം എന്തായാലും. താത്തമാർക്ക് ആർക്കും പോകണ്ട? ആർക്കും? ആണുങ്ങൾ താത്തിക്കും. പെണ്ണുങ്ങളുടെ ഭാഗത്ത് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരെന്ന് കൈവക്കിയപ്പ. ആരും പൊക്കണില്ല. എന്തെന്നറിയോ? അടച്ചവനെ, ഇന്ന് വയലിൻ്റെ അവസാനത്തെ ദിവസം കൈ വെക്കുമ്പോഴായിരിക്കും സ്വർണ്ണം തിളങ്ങണേ. കമ്മിറ്റിക്കാർ ഒരു ഉസ്താദ് എന്നായിരിക്കും ചിന്ത. അള്ളാഹു ഹീമ നൽകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. നേരത്തെ ഹംസ ഉസ്താദ് പറഞ്ഞതുപോലെ എത്രയോ കഷ്ടപ്പെട്ടിട്ട് ഇവിടുത്തെ പ്രിയപ്പെട്ട പ്രവർത്തകർ ആ മദ്രസയ്ക്ക് വേണ്ടി കഷ്ടപ്പെടണേ. നിങ്ങൾ കഷ്ടപ്പെട്ട പള്ളി അങ്ങനെ പോയി, നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മദ്രസ അൽഹംദുലില്ലാഹ് അതിങ്ങനെ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ മുമ്പിൽ ഇന്റർലോക്ക് ഇടണം, അതിൻ്റെ മുകളിൽ ഷീറ്റ് ഇടണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഒരു 10 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അൽഹംദുലില്ലാഹ് അത് സാധൂകരിക്കാൻ കഴിയും. ഈ പിടിച്ചു വെച്ചിരിക്കണ പൈസ കബറി കൊണ്ടുപോയി ചെറുപ്പക്കാരാ. ഈ പിടിച്ചു വെച്ചിരിക്കണ ഉസ്താദന്മാര് ചോദിക്കുമ്പോ, അല്ല ഹംസ ഉസ്താദ് ചോദിക്കുമ്പോ, ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോ അതിലേക്ക് ഇടാൻ വെക്കണ പൈസ ഇങ്ങനെ പോക്കറ്റിൽ പിടിച്ചു വെച്ചിരിക്കുക. ഈ പൈസ ഒക്കെ എൻ്റെ ചങ്ങാതിമാരെ കബറി കൊണ്ടുപോകാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, ഈ കോടിക്കണക്കാൻ ആസ്തിയുള്ള സഹോദരങ്ങൾക്ക് പോലും ആരാ കസമ്പുടവ വാങ്ങണേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലൊരു മരണം നടന്നാൽ ഏതെങ്കിലും ഒരു ചങ്ങാതിയായിരിക്കും നമുക്ക് വേണ്ടി കസമ്പുടവ വാങ്ങണേ. പിന്നല്ലേ ഈ പൈസയൊക്കെ നമ്മൾ കബറി കൊണ്ടുപോകണേ. ഈ പള്ളി, ഈ മദ്രസയ്ക്ക് കൊടുത്ത ആ മക്കള് ആ ഇന്റർലോക്കിൽ ചവിട്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ മദ്രസയിലേക്ക് കയറും. അല്ലേ? ചില വിളവന്മാർ ഓടിച്ചാടിയൊക്കെ കയറും, അത് വേറെ വിഷയം. ചില നമ്മുടെ മക്കള് ഇന്റർലോക്ക് ചവിട്ടിയിട്ട് ആ മദ്രസയിലേക്ക് കയറും. ആ ഓരോ കാൽച്ചുവടിന് പകരം ഖുർആൻ ഓതാൻ പോകുന്ന മക്കള്, സ്വലാത്ത് ചൊല്ലാൻ പോകുന്ന മക്കള്, മജ്ലിസ് നൂർ ചൊല്ലാൻ പോകുന്ന മക്കള്, ബദരീങ്ങളുടെ പേര് പഠിക്കാൻ പോണ മക്കള്, അല്ലാഹുവേ നബി തങ്ങളെ പറ്റി പഠിക്കാൻ പോണ മക്കള്, ആ മക്കള് പരിശുദ്ധമാക്കപ്പെട്ട മദ്രസക്കകത്തിരുന്നു കൊണ്ട് ഖുർആനും സ്വലാത്തും മജ്ലിസ് നൂറും ദുആ ഒക്കെ ചെല്ലുമ്പോൾ അതിന്റെ പ്രതിഫലം ആർക്കാ കിട്ടുക? ആ ഇന്റർലോക്ക് ഇട്ടവന്റെ മാതാപിതാക്കളുടെ ഖബറിലേക്ക് കിട്ടും. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നത് വരെ എന്നോടൊരു സഹോദരൻ പറഞ്ഞു, കണ്ടിയിലിരുന്നിട്ട്, ഉസ്താദെ എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസറാ ഉസ്താദെ, ഭാര്യയ്ക്ക് ക്യാൻസറാ ഉസ്താദെ. എന്നുവെച്ചാൽ നിങ്ങളുടെ പണി എന്താ ഉസ്താദെ? ഞാൻ വരക്കും ഉസ്താദെ. ഒരു ക്രിസ്ത്യാനിയായ സഹോദരൻ എന്നോട് പറഞ്ഞു, ഉസ്താദെ ഞാൻ വരക്കും ഉസ്താദെ. എന്നോട് പറയാ, ഞാൻ വലിയ സമ്പത്തൊന്നുള്ള ആളല്ല ഉസ്താദെ, എൻ്റെ ഭാര്യനെ ഒരുപാട് സ്നേഹിച്ചു ഉസ്താദെ, ഞങ്ങൾ വല്ലാത്ത ഇഷ്ടത്തോടുകൂടി കടന്നുപോയതാ, 2 മക്കളുണ്ട് ഉസ്താദെ. പക്ഷേ ഒരു 2 വർഷം മുമ്പ് അവളെ കൊണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ ക്യാൻസറിന്റെ 3rd സ്റ്റേജാ ഉസ്താദെ. അല്ലാഹു ശമനം നൽകി ഗ്രഹിക്കുമാറാവട്ടെ. അത്രയുള്ളൂ മനുഷ്യന്റെ അവസ്ഥ. നമ്മൾ പറയും നാളെ മരിക്കും ഉസ്താദെ, മറ്റന്നാൾ മരിക്കും ഉസ്താദെ,
അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞേ മരിക്കുള്ളൂ ഉസ്താദെ. അങ്ങനെ ഒന്നുമല്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഇന്നത്തെ ദിവസം എൻ്റെ പ്രിയപ്പെട്ടവരെ മരിക്കാം. ഞാൻ ഇപ്പോഴും ഓർക്കുക, ആ ഒരു സ്ഥലത്ത് വഅദിന് പോകാൻ വേണ്ടി എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് അല്ലാഹുവേ ഒരു ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചത്. ഞാൻ എൻ്റെ വണ്ടി നിർത്തിയിട്ട് ഞാൻ ആ വീട്ടിലേക്ക് കയറി ചൊല്ലുമ്പോൾ എന്നോട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ ഉസ്താദേ, ഇന്നലെ എൻ്റെ കൂടെ രാത്രിയിൽ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അനങ്ങുന്നില്ല ഉസ്താദേ. ആ പ്രിയപ്പെട്ട സഹോദരിയുടെ 2 മക്കൾ കരയാ. ഞാൻ ആ 2 മക്കളെ എടുത്തിട്ട് ആ പ്രിയപ്പെട്ട സഹോദരിയുടെ ചാരത്ത് ചെല്ലുമ്പോൾ അനങ്ങുന്നില്ല. ഇന്നലെ രാത്രി വരെ ഞങ്ങളുടെ അയൽവാസിയായിരുന്ന ആ സഹോദരി പിറ്റേ ദിവസം രാവിലെ 10 മണിക്കുള്ളിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഖബറിലായി. അത്രേ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥ. അല്ലാഹു കാത്തിരിക്കട്ടെ, ഈമാൻ നൽകി ഗ്രഹിക്കുമാറാവട്ടെ. പക്ഷേ ആ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ് സ്വർഗമെന്ന് പറയുന്നത്. അല്ലാഹു ആ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹ് കബൂലാക്കണേ റഹ്മാനെ, സ്വീകരിക്കണേ റഹ്മാനെ. ആ സ്വർഗത്തിലേക്ക് എല്ലാവർക്കും കിടക്കാൻ പറ്റൂല. ഈ സ്വർഗത്തിന്റെ വേദിയെ നശിപ്പിക്കാൻ നോക്കിയവർ ചിലപ്പോൾ സ്വർഗത്തിൽ പോകൂല. ഈ സ്വർഗത്തിന്റെ വേദിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർ ചിലപ്പോൾ സ്വർഗത്തിൽ പോകൂല. 3 വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്ക് കടക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര പേര്? 3 വിഭാഗം ആളുകൾ നിസ്സംശയം സ്വർഗത്തിലേക്ക് കടക്കുന്ന 3 വിഭാഗം ആളുകൾ. ആ 3 ആളുകൾ നമ്മളുണ്ടോ എന്ന് പഠിച്ചിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ നിന്ന് ദുആ ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ പൈസയൊക്കെ ഊറ്റിട്ട് നമുക്ക് എന്ത് ചെയ്യണം? പോണം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. 1 സ്വർഗത്തിലേക്ക് കടക്കുന്ന റസൂലുള്ള പറഞ്ഞ 1ാമത്തെ വിഭാഗം ആരാ? പഠിച്ചോ, നിങ്ങളൊക്കെ കേട്ടവരായിരിക്കാം, നിങ്ങളൊക്കെ പഠിച്ചവരായിരിക്കാം. എന്നാലും ഉസ്താദേ, ഇന്നത്തെ രാത്രി എങ്ങാനും ഞാൻ മരിച്ചാൽ എനിക്ക് സ്വർഗത്തിൽ പോകണം ഉസ്താദേ എന്ന് നെയ്യത്ത് വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് കേട്ടോ. ഞാൻ പറഞ്ഞു ലക്ഷക്കണക്കാണ് രൂപ, 1.5 ലക്ഷത്തോളം രൂപ ചെലവാക്കിയിട്ടാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ പരിപാടി ഇവിടെ നടത്തുന്നത്. ഈ പരിപാടി കൊണ്ട് നാളെ നമ്മൾ ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ചില ചങ്ങാതി വരുന്നുണ്ട്, ചോദിക്കും ഇന്നലെ ചോറും ബിരിയാണിയും വെച്ചിട്ട് നിങ്ങളൊക്കെ പോയില്ലേ, എന്താ പഠിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഈ 3 വിഭാഗം ആളുകൾ ആ ചങ്ങാതിമാരുടെ മുഖത്ത് നോക്കി പറഞ്ഞു കൊടുക്കാൻ സമസ്തയുടെ മക്കൾക്ക് കഴിയണം. 1 സ്വർഗത്തിലേക്ക് കടക്കുന്ന 1ാമത്തെ വിഭാഗമാരാ? നരകത്തിലേക്ക് കടക്കാത്ത 3 വിഭാഗമാരാ? ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കുന്ന 3 വിഭാഗമാരാ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളു പടച്ചവനെ മദീന പള്ളിയിലേക്ക് കടന്നു വരികയാ. എന്നിട്ടതാ സഹാബത്തിനോട് ചോദിക്കുകയാ, സഹാബാ നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്യുന്നവരാണോ? സഹാബത്ത് അതാ കരഞ്ഞുകൊണ്ട് പറയുകയാ, യാ റസൂലല്ലാഹ് ഞങ്ങളെല്ലാവരും സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്യുന്നവരാ. റസൂലുള്ള യദാ പറയുകയാ, എന്നാൽ സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്താൽ പോരാ, സ്വർഗത്തില് ഏറ്റവും വലിയ മഹത്വമുള്ളോ, ഏറ്റവും വലിയ പ്രതിഫലമുള്ളോ, ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള, ഏറ്റവും വലിയ ആനന്ദമുള്ള, ആഹ്ലാദമുള്ള, സന്തോഷമുള്ള ഇന്ന ഫിൽ ജന്നതി മിഅതി ദറജാ വഇലാഹാ ജന്നാത്തുൽ ഫിർദൗസ്. ജന്നാത്തുൽ ഫിർദൗസിന് വേണ്ടി ദുആ ചെയ്യണേ സഹാബാ. ലോകത്തിന്റെ പ്രവാചകനതാ പറയുമ്പോ സഹാബത്ത് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, ആരാ നബിയേ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കുന്ന വിഭാഗങ്ങളുണ്ടല്ലോ, ആരാ പ്രവാചകരെ? റസൂലുള്ള ആദ്യമായി പറയുകയാ, ആരെന്നറിയോ? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ആരെങ്കിലും ഒരാൾ നന്മ ചെയ്താൽ, ആരെങ്കിലും ഒരാൾ നന്മ കേട്ടാൽ, ആരെങ്കിലും ഒരാൾ വയല് കേട്ടാൽ, ആ വയല് കേട്ടിട്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഒരു നന്മ എന്റെ പ്രിയമുള്ളവരെ ചെയ്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ദഖലൽ ജന്നാ, സ്വർഗത്തിലേക്ക് കടക്കുമെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, വയല് കേട്ട് പുറത്തേക്ക് പോയാൽ പോരാ, വയലിന് ലൈക്ക് ചെയ്താൽ പോരാ, വയല് ഷെയർ ചെയ്താൽ പോരാ, വയല് ടാഗ് ചെയ്താൽ പോരാ, വയല് ഷെയർ ചെയ്താൽ പോരാ, വയല് സെൻഡ് ചെയ്താൽ പോരാ. അത് ജീവിതത്തിലേക്ക് എന്റെ പ്രിയമുള്ളവരെ പഠിക്കാൻ കഴിയേണ്ടതാ. ചെയ്യുന്ന അമലുകളുണ്ടല്ലോ അത് നന്മയുടെ പ്രതിഫലങ്ങളാ. അതുകൊണ്ട് പറയുകയാ,
ഇബാദത്ത് ചെയ്യണമെന്ന് പറയുമ്പോ, നിസ്കരിക്കണമെന്ന് പറയുമ്പോ, നോമ്പ് പിടിക്കണമെന്ന് പറയുമ്പോ, ഉംറ ചെയ്യണമെന്ന് പറയുമ്പോ, സദഖ കൊടുക്കണമെന്ന് പറയുമ്പോ, മദ്രസകൾക്ക് കൊടുക്കണമെന്ന് പറയുമ്പോ അൽഹംദുലില്ലാഹ് ആവേശത്തോടെ കൊടുക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ ഖുർആനോട് പറയുകയാ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകൾ അധികരിപ്പിക്കുന്നവരെ ഈ മനോഹരമാകുന്നു ഈ മഹലിന്റെ പരിസരത്തിലൂടെ നന്മകൾ ചെയ്യുന്നവരാരാ? റൂട്ടിലൂടെ നടന്നു പോകുമ്പോ അവിടെ കിടക്കുന്ന പ്രയാസങ്ങളുണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ മാറ്റിക്കഴിഞ്ഞാൽ, പ്രതിസന്ധികൾ മാറ്റിക്കഴിഞ്ഞാൽ, നന്മകൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ ഒരു ചരിത്രം ഞാൻ പറയുകയാ, ഒരു ഗുണപാഠമുള്ള ചരിത്രമാ, ഒരു വേദനിപ്പിക്കുന്ന ചരിത്രമാ. നാദാ കബൂലാക്കണ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ ചരിത്രമാ. ഇബ്രാഹിം നബി ആരോ ബലിപെരുന്നാൾ കടന്നു വരാൻ പോകുകയാ. ഇബ്രാഹിം നബിയുടെ പേര് പറയുമ്പോ ആവേശത്തോടെ സിക്ർ ചെല്ലുന്നവര് ഇബ്രാഹിം നബി എന്ന് പറയുമ്പോ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് ആവേശത്തോടെ പറയുന്നവരോട് പറയുകയാ, ഇബ്രാഹിം നബി അതാ 80 വയസ്സ് പൂർത്തിയാകുമ്പോ ഇബ്രാഹിം നബിയുടെ ചാരത്തേക്ക് ഒരു അശരീരിയതാ കടന്നു വരികയാ. ഇബ്രാഹിം നബിയേ, അള്ളാഹുവിന്റെ സവിധത്തിൽ നിന്ന് ഒരു അശരീരിയന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാ. എന്താണ് പറയുന്നതെന്നറിയോ? ഇബ്രാഹിം നബിയേ, സുന്നത്ത് കല്യാണമുണ്ടല്ലോ, മാർഗ കല്യാണമുണ്ടല്ലോ, ചെയ്യേണ്ടതാ, നിർവഹിക്കേണ്ടതാ. ഇബ്രാഹിം നബിക്കറിയില്ല ഇതെങ്ങനാ പടച്ചവരെ, ഇതെങ്ങനാ തമ്പുരാനെ, ഇതെങ്ങനാ റഹ്മാനെ ചെയ്യേണ്ടതെന്ന് എന്റെ പ്രിയമുള്ളവരെ ഇബ്രാഹിം നബിക്കറിയില്ല. ഇബ്രാഹിം നബി അതാ വൈകിപ്പിക്കുന്നില്ല. പടച്ചവനെ, കയ്യിലിരിക്കുന്ന മഴുകൊണ്ടല്ലോ കൈകളിലേക്ക് എടുക്കുകയാ. എന്നിട്ട് ഇബ്രാഹിം നബിയുടെ ഗുഹ്യഭാഗമുണ്ടല്ലോ മുറിക്കുകയാ, അറുക്കുകയാ. ഇബ്രാഹിം നബിയുടെ ഗുഹ്യഭാഗത്ത് നിന്ന് ചോരയുണ്ടല്ലോ കടന്നു വരികയാ. പടച്ചവനെ, വേദന കൊണ്ട് പൊളയുമ്പോ ജിബ്രീൽ കടന്നു വരികയാ. ഇബ്രാഹിം നബിയോട് ചോദിക്കുകയാ, എന്തിനാ ചെയ്തത്? അള്ളാഹുവിന്റെ സവിധത്തിൽ നിന്ന് ഒരറിയിപ്പ് കടന്നു വന്നപ്പോ എന്തിനാണ് ചെയ്തത് നബിയേ? എന്തിനാണ് തിരുതിയിൽ ചെയ്തത് നബിയേ? ഇബ്രാഹിം നബി അതാ പറയുകയാ, ഈ നന്മ ചെയ്യാൻ അല്ല പറഞ്ഞതാ, ഈ നന്മ ചെയ്യാൻ അല്ല എന്നോട് പറഞ്ഞതാ. അല്ല പറഞ്ഞത് കൊണ്ട് തന്നെ വൈകിപ്പിക്കാൻ കഴിയൂല എന്നതാ ഇബ്രാഹിം നബി പറഞ്ഞെന്ന് പറയുമ്പോ എന്റെ ചെറുപ്പക്കാരാ, നന്മകൾ അധികരിപ്പിക്കുന്നവരെ, നന്മകൾ ചെയ്യുന്നവരെ വയല് കേട്ടുകൊണ്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവരാരാ? അൽഹംദുലില്ലാഹ് ദഖലൽ ജന്ന ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരാൾ നന്മകൾ ചെയ്താൽ, ആരെങ്കിലും ഒരാൾ ജീവിതത്തിലേക്ക് നന്മകൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് അൽഹംദുലില്ലാഹ് ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കാൻ കഴിയുമെന്ന് ഹബീബനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം നബിയോട് അല്ലാഹ് പറഞ്ഞു, ഇബ്രാഹിം നബിയെ, സുന്നത്ത് കല്യാണം ചെയ്യണം, മാർഗ കല്യാണം ചെയ്യണം. ഇബ്രാഹിം നബി എന്റെ പ്രിയപ്പെട്ടവർ എങ്ങനെ ചെയ്യണമെന്നറിയില്ല. ഇബ്രാഹിം നബി മഴുവെടുത്തിട്ട് മാർഗ കല്യാണം ചെയ്തു. ജിബ്രീൽ പറഞ്ഞു, ഇബ്രാഹിം നബിയെ, എന്തിനാ നിങ്ങൾ ഇത്ര തിരുതി കാണിച്ചത്? എന്തിനാ ഇബ്രാഹിം നബിയെ? ഇബ്രാഹിം നബി പറഞ്ഞു, ജിബ്രീലേ, എന്റെ അല്ല എന്നോട് കൽപ്പിച്ചതാ, എന്റെ അല്ല എന്നോട് പറഞ്ഞതാ, ഇതൊരു നന്മയാണല്ലോ എന്നെന്റെ പ്രിയപ്പെട്ടവരെ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, ആരെങ്കിലും
ആരെങ്കിലും ഒരാൾ നന്മ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് അൽഹംദുലില്ലാഹ് ജന്നാത്തുൽ ഫിർദൗസിലേക്ക് ആദ്യമായി കടക്കാൻ കഴിയുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതാ പറയണേ, നന്മകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. റോഡിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ചെറിയ പ്രതിസന്ധി വന്നു, റോഡിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ചെറിയ എന്തെങ്കിലും ഒരു തടസ്സം വന്നു, അതാരും നോക്കാതെ പോലെ ചെയ്യേണ്ടത്. ഇപ്പോ നമ്മളൊക്കെ ഒരു 2 ആഴ്ച മുമ്പ് അല്ലാഹുവോട് പറഞ്ഞു, റബ്ബേ ചൂടാണ് റഹ്മാനെ, എന്താ പറഞ്ഞേ, ശരീരം മുഴുവൻ ചൂടാണ് റഹ്മാനെ, മഴയില്ലാത്തത് കൊണ്ട് വല്ലാത്ത പ്രതിസന്ധിയിലാണ് റഹ്മാനെ എന്ന് ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞവരാ. ഇപ്പൊ എല്ലാവരും എന്താ പറയണം, പഠിച്ചവനെ മഴ കാരണം ജീവിക്കാൻ പറ്റുന്നില്ല റഹ്മാനെ, അല്ലേ? മഴ അധികരിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, ഈ മഴ ഇങ്ങനെ അധികരിച്ച് നമ്മുടെ കൊച്ചിയിലും കൊല്ലത്തൊക്കെ എന്താണ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊങ്ങിക്കിടക്കുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് ഒരു സ്ഥലത്ത് വാങ്ങുന്നതിന് പോകുമ്പോൾ എനിക്കൊരാളൊരു വീഡിയോ കാണിച്ചു, ഉസ്താദേ ഈ ഒരു വീഡിയോ ഒന്ന് നോക്കണം ഉസ്താദേ. ഞാൻ നോക്കുമ്പോൾ ഒരു പ്രായമുള്ള വാപ്പ ഇങ്ങനെ ഒരു M8 സ്കൂട്ടറിൽ ഇങ്ങനെ വരിക, വന്നിട്ട് റോഡിൽ ഇങ്ങനെ വെള്ളത്തിൽ തെന്നി വീണ് കിടക്കുക. ഒരാളും നോക്കണില്ല, ഒരാളും നോക്കാതെ, ഈ സഹോദരനെ നോക്കാതെ, ഈ പ്രായമുള്ള വാപ്പാനെ നോക്കാതെ എല്ലാവരും ഇങ്ങനെ പോവാ. ആ സമയത്ത് 2 ചെറുപ്പക്കാർ വന്നിട്ട് ഈ ഉപ്പയെ നനഞ്ഞു കുളിച്ചെൻ്റെ പ്രിയപ്പെട്ടവരിങ്ങനെ എടുത്ത് ഇങ്ങനെ പൊക്കുക. അത് നന്മ എന്ന് പറയണേ. എല്ലാവർക്കും ഈ നന്മ ചെയ്യാനുള്ള ഹൃദയം ഉണ്ടാവൂല. നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ, നമ്മൾ ബസ്സിൽ പോകുമ്പോൾ പാവപ്പെട്ട സഹോദര സഹോദരിമാരൊക്കെ നമ്മുടെ മുമ്പിൽ വന്ന് കൈ നീട്ടുമ്പോൾ അവരാട്ടി ഓടിക്കാതെ, എൻ്റെ പ്രിയപ്പെട്ടവർ അവർക്കൊരു നേരത്തെ ഭക്ഷണമെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനുള്ളൊരു നന്മ ഞാൻ നിങ്ങളോട് പ്രിയപ്പെട്ടവരെ ചെയ്യണം. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ആരെങ്കിലും ഒരാൾ നന്മ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് അൽഹംദുലില്ലാഹ് എവിടെ കിടക്കാൻ കഴിയും? ജന്നാത്തുൽ ഫിർദൗസിൽ കിടക്കാൻ കഴിയും. അല്ലാഹു സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ, റാഹത്തിലാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇനി നിങ്ങൾക്ക് ഉസ്താദേ, ഞങ്ങൾക്ക് പരസ്പരം സഹായം ഒന്നും ചെയ്തിട്ട് നന്മ ചെയ്യാൻ പറ്റൂല ഉസ്താദേ. ഞാനൊരു ദിക്ർ പറഞ്ഞ എന്താ ചൊല്ലും. എല്ലാ ദിവസവും ഈ ദിക്ർ ആരെങ്കിലും ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നന്മയുടെ ദിക്റ. ഈ ദിക്ർ ആരാണോ ചൊല്ലുന്നത് അവർക്ക് അൽഹംദുലില്ലാഹ് ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കാൻ കഴിയുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ മനോഹരമാകുന്ന കൊല്ലംകോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ നിക്കാഹ് ചെയ്ത നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ വേണ്ടവരെന്ന് കൈവയ്ക്കപ്പ ആരില്ല? ആയിക്കോട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഈ കൊല്ലംകോട് എന്ന് പറയുന്ന പ്രദേശത്ത് നിങ്ങളെ വിവാഹം ചെയ്ത ഭർത്താക്കന്മാരെ നാളെ സ്വർഗത്തിൽ വേണ്ടവരെന്ന് കൈവയ്ക്കപ്പ. നിങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ആകെ 2-3 പേരെ പൊക്കി. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ഒരു 8 മാസം മുമ്പ് കർണാടകയിൽ പുരുഷരക്കട്ട എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ വയലിന് പോയപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, ഈ കർണാടകയിൽ പുരുഷരക്കട്ടയിൽ നിങ്ങൾക്ക് ലഭിച്ച ഭാര്യയെ തന്നെ നാളെ സ്വർഗത്തിൽ വേണ്ടവരെ കൈവക്കാൻ പറഞ്ഞു. ഒരാളും കൈവക്കിയില്ല, പള്ളിയിൽ ഉസ്താദ് പോലും കൈവക്കിയില്ല. ഞാൻ 2ാമത്തെ തവണ വീണ്ടും ചോദിച്ചു, കർണാടകയിൽ പുരുഷരക്കട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ലഭിച്ച ഭാര്യ നാളെ സ്വർഗത്തിൽ വേണ്ടവരെ കൈവക്കാൻ. ഉസ്താദെ ഞങ്ങൾ വെക്കൂല, ഒരാളും വെക്കിയില്ല. ഞാൻ ഓർത്തിന് എൻ്റെ ഭാഷ മനസ്സിലാകാനായിട്ടായിരിക്കും. ഞാൻ വീണ്ടും ചോദിച്ചു, ആംഗ്യത്തിലൊക്കെ കാണിച്ചു കൊടുത്തു. ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, ആർക്കാ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇവിടെ ലഭിച്ച ഭാര്യ വേണ്ടത്? അപ്പോഴും ആരും കൈവക്കിയില്ല. എൻ്റെ പുറകിൽ പലരുടെ സെക്രട്ടറി വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ഇവിടെയോ സമാധാനമില്ല, ഇനി അവിടെ എന്തിനാ ഉസ്താദെ സമാധാന കാർഡ് കിട്ടേണ്ടതെന്ന് ഒരു സാധുവായ സഹോദരൻ ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാ, നിങ്ങൾക്ക് ഇവിടെ ലഭിച്ച ഭാര്യയെ തന്നെ നാളെ സ്വർഗത്തിൽ വേണമെങ്കിൽ റസൂലുള്ള ഫാത്തിമ ബീവിയോട് പറയുന്നുണ്ട്, ഫാത്തിമ ഈ പറയുന്ന ഒരു ചെറിയ ദിക്ർ, ഒരു 3 സെക്കൻഡ് മതിയപ്പ ഈ 3 ദിക്റിയല്ല. ഈ ദിക്ർ ഞാൻ പറയുന്ന തവണ നീയും നിന്റെ ഭർത്താവും കൂടി ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്കൊരുമിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ കിടക്കാൻ കഴിയുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതപ്പ ഈ പറയുന്ന 3 ദിക്ർ വീട്ടിൽ ചെന്നിട്ട് ഭാര്യയും ഭർത്താവും കിടക്കുന്നതിന് മുമ്പ് ഒരുമിച്ചിരുന്നു കൊണ്ട് അൽഹംദുലില്ലാഹ് ചൊല്ലിയാൽ അവർക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാൻ കഴിയും. അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതാ ദിക്ർ? ഏതാ? ഇതാരാ ചൊല്ലണ്ടേ? ഭാര്യയും ഭർത്താവുക, അല്ലാതെ കാമുകനും കാമുകയ അല്ല. രാത്രി കിടക്കാൻ പോകുമ്പോൾ വാട്സപ്പ് ഓൺ ആക്കി വെക്കുക, കാമുകയെ വിളിക്കുക, വീഡിയോ കോളിൽ വിളിക്കുക. എന്നാലും ഉസ്താദ് പറഞ്ഞെന്നില്ലേ, അത് ചൊല്ല്, ഹിദ് ചൊല്ല്, മറ്റേത് ചൊല്ല്, മറിച്ച് ചൊല്ല് എന്ന് പറഞ്ഞ് ഇങ്ങനെ ചൊല്ലിക്കാൻ ഭയങ്കര ആക്രാന്ത ചില ആളുകൾക്ക്. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാവട്ടെ. അല്ലെ, ചില ആളുകൾക്ക് എങ്ങനെയാ, സ്വന്തം ഭാര്യയോട് സ്നേഹം ഉണ്ടാവില്ല, വല്ലവന്റെ ഭാര്യയോട് ഭയങ്കര സ്നേഹമായിരിക്കും. ചില ആളുകൾ എങ്ങനെയാ, സ്വന്തം ഭാര്യയോട് സ്നേഹം ഉണ്ടാവില്ല, വല്ലവന്റെ ഭാര്യയോട് ഭയങ്കര സ്നേഹ. സ്വന്തം വീട്ടില് അരി മേടിച്ചിട്ട് മാസങ്ങളായി, സ്വന്തം വീട്ടില് പഞ്ചസാര വാങ്ങിച്ചിട്ട് മാസങ്ങളായി, വല്ലവന്റെ വീട്ടിൽ ചെന്നിട്ട് ചോദിക്കും,
എൻ്റെ മോളെ പഞ്ചസാര തീർന്നോ? ഇക്കിച്ച് ഇറക്കി തരൂലേ? അരി തീർന്നോ? ഇക്കിച്ച് കൊണ്ട് തരൂലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒലിപ്പിച്ചൊലിപ്പിച്ച് നടക്കണ ചില ചങ്ങാതിമാർ. ആരാ ചെല്ലണ്ടേ? ഒരു ഭാര്യക്കും ഭർത്താവിനും ഒരുമിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ കഴിയണമെങ്കിൽ ഈ പറയുന്ന ദിക്ർ അൽഹംദുലില്ലാ നിങ്ങൾ ചെല്ലണമെന്ന് ഹബീബന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയാ, ഇവിടെ 18 വയസ്സ് തികഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരിമാരുടെ വാപ്പമാരുണ്ടെങ്കിൽ പറയാ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു വിടുമ്പോ ദീനുള്ളവർക്ക് നമ്മുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കണം. കള്ളു കുടിക്കുന്നവനും പെണ്ണ് പിടിക്കുന്നവനും ഹറാമ് ചെയ്യുന്നവനും കഞ്ചാവടിക്കുന്നവനും പള്ളിക്കെതിരെ നിൽക്കുന്നവനും മദ്രസക്കെതിരെ നിൽക്കുന്നവനൊന്നും നമ്മുടെ മക്കളെ എൻ്റെ പ്രിയപ്പെട്ടവരെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല. ഞാൻ പിന്നെ ഒരു കാര്യം പറയാ, നമ്മുടെ പെൺമക്കൾക്ക് നല്ലൊരു ആലോചന വരുമ്പോ ആ ചെറുപ്പക്കാരനെ പറ്റി അന്വേഷിക്കേണ്ടത് ആരോടാ? ആ ചെറുപ്പക്കാരന്റെ മഹലിലെ ചെറുപ്പക്കാരോടോ സഹോദരങ്ങളോടോ സഹോദരിമാരോടോ അല്ല. ആരോടാ തിരക്കണ്ടേ? ആ പള്ളിയിലെ ആ മഹലിലെ ഖത്തീബ് ഉസ്താദിനോട് ചെന്നിട്ട് ചോദിക്കണം, ഉസ്താദേ എന്റെ മോളെ കെട്ടാൻ പോകുന്നത് നമുക്ക് ഇവനാ ഉസ്താദേ, ഇവൻ എങ്ങനെയുണ്ട് ഉസ്താദേ, ഇവന്റെ സ്വഭാവം എങ്ങനെയുണ്ട് ഉസ്താദേ എന്ന് ആരോട് ചോദിക്കണം? ആ നാട്ടിലെ പള്ളിയിലെ ഖത്തീബിനോട് ചോദിക്കണം. അല്ലാതെ നാട്ടുകാരോടും ബസ് സ്റ്റാൻഡിലും ചായക്കടയിലും കയറി നല്ല കിട്ടുമോ? കിട്ടൂല. അല്ലാഹു കാത്തിരിക്കട്ടെ, ഈമാൻ നൽകി ഇരിക്കുമാറാവട്ടെ. ഞാൻ ഒരു ചെറിയൊരു സംഭവം പറയാം. ഞാൻ എറണാകുളത്ത് ജോലി ചെയ്യുമ്പോൾ ഞാൻ രാത്രി വഴന്ന് കഴിഞ്ഞൊരു 3 മണിയായപ്പോൾ എൻ്റെ പള്ളിയിൽ വന്നു. റൂം തുറന്നു കഴിഞ്ഞാൽ പള്ളിക്കകം കാണാൻ കഴിയും. ഞാൻ നോക്കുമ്പോൾ പള്ളിക്കകത്ത് വല്ലാത്തൊരു പ്രകാശം. 3:30 മണി 4 മണി സമയം പള്ളിക്കകത്ത് വല്ലാത്തൊരു പ്രകാശം. അപ്പൊ എനിക്കറിയാൻ പടച്ചവനെ 3:30 മണി 4 മണി സമയത്തൊന്നും ആ മഹലിൽ ഇബാദത്ത് ചെയ്യാൻ ആരും വരാറില്ല. ഞാൻ ആ സ്ഥിരം സമയത്ത് പള്ളിയിൽ വരുന്ന ഒരാളും കൂടിയാണ്. പടച്ചവനെ ഞാൻ നോക്കുമ്പോൾ റമളാനിൽ പോലും പള്ളിയിൽ കയറാത്തൊരു ചെറുപ്പക്കാരൻ പള്ളിക്കകത്തിരുന്ന് ഇബാദത്ത് ചെയ്യാം. റമളാനിൽ പോലും ഇബാദത്ത് ചെയ്യാത്തൊരു ചെറുപ്പക്കാരൻ പള്ളിക്കകത്തിരുന്ന് ഇബാദത്ത് ചെയ്യാം. ഞാൻ ഇങ്ങനെ കടന്നു ചെന്നിട്ട് ഇവന്റെ പുറകിൽ ഇങ്ങനെ തോളിൽ ഇങ്ങനെ കൈവച്ചപ്പോ പെട്ടെന്ന് ഇങ്ങനെ നെട്ടി ഇങ്ങനെ എണ്ണീച്ചു. വല്ല ശൈത്താനോ ഇബ്ലീസോ ജിന്നോ, കാരണം വല്ലപ്പോഴാ പള്ളി കയറണേ. അവൻ പേടിച്ച് ഇങ്ങനെ നെട്ടി എണ്ണീച്ചു. ഞാൻ ചോദിച്ചു, ഇവിടെ നിനക്ക് എന്നെ മനസ്സിലായോ? നിങ്ങൾ ഞങ്ങളുടെ ഖത്തീബല്ലേ ഉസ്താദേ? അപ്പൊ ഞാൻ പറഞ്ഞു, നിന്റെ മനസ്സിലുണ്ടാകണം, വേറെ ഒന്നുമില്ല, പള്ളിയിൽ കാണാനില്ല. എന്താ ഉസ്താദേ? ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ വഴന്ന് കഴിഞ്ഞ് വന്നതാ. എടാ നീ എന്താണ് 3:30 മണി 4 മണി സമയത്ത് പള്ളിക്കകത്ത് ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് വഴന്ന് പറയും, ഉസ്താദേ റമളാനൊക്കെ ആവില്ല ഉസ്താദേ, നന്നാകാമെന്ന് തീരുമാനിച്ചു. എന്താ പറയണേ? റമളാനൊക്കെ ആവില്ല ഉസ്താദേ, നന്നാകാമെന്ന് തീരുമാനിച്ചു. എനിക്ക് വിശ്വാസമായില്ല. കഴിഞ്ഞ റമളാനിൽ ഇവൻ കയറിയിട്ടില്ല. ഞാൻ പിന്നെയും ചോദിച്ചു, എടാ നീ എന്താടാ ഇന്ന് ഈ സമയത്ത് പള്ളിയിൽ കയറാൻ കാരണം? അപ്പം ഒരു മരിക്കൂല ഉസ്താദേ, ആ മരണത്തിനെ പേടിച്ചിട്ട ഉസ്താദ് എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോ എനിക്ക് എന്നിട്ടും വിശ്വാസം വരുന്നില്ല. ഞാൻ പിന്നെ ഇവനോട് ചോദിച്ചിട്ട ചങ്ങാതി, ഇന്ന് വൈകിട്ടെങ്ങാനും നീ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ വീട്ടിൽ നിന്ന് നിന്നെ പറ്റി അന്വേഷിക്കാൻ ആരെങ്കിലും എൻ്റെ റൂമിലേക്ക് വരുന്നുണ്ടോടോ എന്ന് ഞാൻ വെറുതെ ചോദിച്ചു. കാരണം അങ്ങനെ ഒരു ആദത്ത് ആ പള്ളിയുടെ പരിസരത്ത് നടക്കാറുണ്ട്. ഞാൻ ചോദിച്ചു, എടാ നിന്നെ പറ്റി അന്വേഷിക്കാൻ എൻ്റെ റൂമിൽ ആരെങ്കിലും ഇന്ന് വരുമോ എന്ന് ചോദിച്ചു. അപ്പം പെട്ടെന്ന് എന്നെ കൈ പിടിച്ചിട്ട് പറയാ, മുടക്കല്ലേ ഉസ്താദേ, മുടക്കല്ലേ ഉസ്താദേ, കിട്ടാതെ 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 കിട്ടിയതാ ഉസ്താദേ, മുടക്കല്ലേ ഉസ്താദേ, ഞാനിനി പള്ളിയിൽ കയറിക്കോളാം ഉസ്താദേ, ഞാനിനി നന്നായിക്കോളാം ഉസ്താദേ എന്നൊരു ചെറുപ്പക്കാരൻ പറയും. ഞാൻ പറയും, ദീനുള്ളവർക്ക് നമ്മുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കണം. കള്ളു കുടിക്കുന്നവന് മക്കളെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ടാ? കഞ്ചാവ് അടിക്കുന്നവന് മക്കളെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ടാ? വ്യഭിചരിക്കുന്നവന് മക്കളെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ടാ? ഒരു കാര്യം അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി തങ്ങള് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്ത വരൻ മിസ്കീന, പാവപ്പെട്ടവനാ. അല്ലാഹുവേ, തലയിൽ പുല്ല് ചുമന്നുകൊണ്ട് അറേബ്യയുടെ മണ്ണുകളിലൂടെ ഈ പുല്ല് ഓരോ വീടുകളിലും കൊണ്ട് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് കുടുംബത്തെ പോറ്റുന്ന അലിയാര് തങ്ങളെയാണ് ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മരുമകനായിട്ട് തിരഞ്ഞെടുത്തത്. അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമയ്ക്ക് കല്യാണ പ്രായമെത്തി. കേട്ടോ, മനോഹരമാകുന്ന ചരിത്രമാ, വേദനിപ്പിക്കുന്ന ചരിത്രമാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് അല്ലാഹുവേ കല്യാണ പ്രായമാകുകയാ. ഒരുപാട് പേര് കടന്നു വരികയാ, റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് കടന്നു വരികയാ. പടച്ചവനെ, സമ്പന്നര് കടന്നു വരികയാ, പാവപ്പെട്ടവര് കടന്നു വരികയാ, ബിസിനസ്സുകാര് കടന്നു വരികയാ, മുതലാളിമാര് കടന്നു വരികയാ. സർവരുമതാ കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അങ്ങയുടെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമയുണ്ടല്ലോ, നിക്കാഹ് ചെയ്തു തരുമോ? അനുവാദമാണോ? സമ്മതമാണോ? റസൂലുള്ളാഹി അതാ പറയുകയാ, ഇല്ല ഇല്ല,
അനുവാദമല്ല, സമ്മതമല്ല. ലോകത്തിന്റെ പ്രവാചകരാകുന്ന നബി തങ്ങളതാ പറയുമ്പോ സർവരും എന്റെ പ്രിയമുള്ളവര് കടന്നു പോകുകയാ. അലിയാര് തങ്ങള് കടന്നു വരികയാ. പാവപ്പെട്ടവനാകുന്ന അലിയാര് തങ്ങളോ റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് കടന്നു വരുമ്പോ റസൂലുള്ളാഹി അതാ ചോദിക്കുകയാ, അലിയേ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ ഫാത്തിമയെ നിക്കാഹ് ചെയ്യാൻ സമ്മതമാണോ? അലിയാര് തങ്ങൾ അത്ഭുതപ്പെടുകയാ. അലിയാര് തങ്ങൾ പറയുകയാ, അൽഹംദുലില്ലാഹ്, സമ്മതമാ, അനുവാദമാ. ലോകത്തിന്റെ പ്രവാചകന്റെ പൊന്നുമോളുടെ കല്യാണമുണ്ടല്ലോ, അലിയാര് തങ്ങളോട് നടക്കുകയാ. ആദിരാത്രി കടന്നു വരികയോ, ആദിരാത്രി കടന്നു വരികയോ. അലിയാര് തങ്ങൾ വീടിന്റെ അകത്തേക്ക് കടന്നു വരികയാ, മണിയറയിലേക്ക് കടന്നു വരികയാ. അലിയാര് തങ്ങൾ ഫാത്തിമ ബീവിയുടെ ചാരത്തേക്ക് കടന്നു വരികയാ. പടച്ചവനെ, മുറിക്കകത്തിരിക്കുന്ന വിളക്കുണ്ടല്ലോ, അലിയാര് തങ്ങൾ അണക്കുമ്പോ ഫാത്തിമയതാ കരയുകയാ. ഫാത്തിമയുണ്ടല്ലോ വിറങ്ങലിച്ചുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ കരഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോ അലിയാര് തങ്ങൾ ഭയപ്പെടുകയാ. അലിയാര് തങ്ങൾ ചോദിക്കുകയാ, ഫാത്തിമ, എന്തിനാ കരയുന്നതോ, എന്തിനാ സങ്കടപ്പെടുന്നതോ, എന്തിനാ വിരഹിക്കുന്നതോ? ഫാത്തിമ ബീവി പറയുകയാ, അലിയേ, ഞാനെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ, ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ, ആ ഖബറിന്റെ ഇരുട്ടുണ്ടല്ലോ, ഞാൻ ഭയന്നു അലിയേ, ഞാൻ ഭയന്നു അലിയേ, ഞാൻ ഭയന്നു അലിയേ. അലിയാര് തങ്ങൾ ഫാത്തിമ ബീവിയെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാ. അലിയാര് തങ്ങള് ഒരിക്കൽ എന്റെ പ്രിയമുള്ളവരെ ഫാത്തിമ ബീവിയുടെ കരങ്ങളിൽ പിടിക്കുമ്പോ ഫാത്തിമ ബീവിയുടെ കരങ്ങളിൽ നിന്ന് ചോരയുണ്ടല്ലോ കടന്നു വരികയാ, രക്തമുണ്ടല്ലോ കടന്നു വരികയാ. അലിയാര് തങ്ങൾ ചോദിക്കുകയാ, എന്തു പറ്റിയതാണ് ഫാത്തിമ, എന്ത് സംഭവിച്ചതാണ് ഫാത്തിമ? ഫാത്തിമയുണ്ടല്ലോ കരഞ്ഞുകൊണ്ട് പറയുകയാ, അരിയാട്ടിയട്ടോ, ഉഴുന്നാട്ടിയട്ടോ, ആട്ടുകല്ലിലിട്ട് ആട്ടിയട്ടോ, എന്റെ കരങ്ങളുണ്ടല്ലോ മുറിഞ്ഞു അലിയേ. അലിയാര് തങ്ങൾ സങ്കടത്തോടെ പറയുകയാ. ലോകത്തിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു ചെന്നിട്ട് ഒരടിമയെ ചോദിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹ് അടിമയെ തരുമല്ലോ, അടിമയെ ലഭിച്ചു കഴിഞ്ഞാൽ സഹായകമാ. ഫാത്തിമ ബീവി കടന്നു ചെല്ലുകയാ, റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. റസൂലുള്ളാഹിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ റസൂലുള്ളാഹ് വീട്ടിലില്ല, റസൂലുള്ളാഹ് വീട്ടിലില്ല. ആയിഷ ബീവി വീടിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ ആയിഷ ബീവിയോട് പറയുകയാ, ആയിഷ ഉമ്മ, അൽഹംദുലില്ലാഹ്, റസൂലുള്ളാഹ് കടന്നു വരുമ്പോ എനിക്കൊരു അടിമയെ തരാൻ പറയുമോ ഉമ്മ? ആയിഷ ബീവിയുടെ ചാരത്ത് നിന്ന് ഫാത്തിമ ബീവി മടങ്ങി പോകുകയാ. പാതിരാത്രി സമയമാകുമ്പോ റസൂലുള്ളാഹ് എന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാ. റസൂലുള്ളാഹ് കടന്നു വരുമ്പോ ആയിഷ ബീവി റസൂലുള്ളാഹിയോട് പറയുകയാ, ഫാത്തിമ വന്നു നബിയേ, ഫാത്തിമ വന്നിട്ട് ഒരടിമയെ തരുമോ എന്ന് ചോദിച്ചിയാ റസൂലുള്ളാഹ്. റസൂലുള്ളാഹ് അതാ പറയുകയാ, ഇല്ല ആയിഷോ, കൊടുക്കാൻ കഴിയില്ല ആയിഷോ. റസൂലുള്ളാഹിയുടെ മുഖമുണ്ടല്ലോ ചുമക്കുകയാ. ലോകത്തിന്റെ പ്രവാചകനുണ്ടല്ലോ പാതിരാത്രി ഫാത്തിമയുടെ വീട്ടിലേക്ക് പടച്ചവനെ കടന്നു ചെല്ലുകയാ. വീടിന്റെ ഉമ്മറപ്പടിയിൽ ചെല്ലുകയാ. ഫാത്തിമ ബീവി കടന്നു വരികയാ. പടച്ചവനെ സലാം പറയുകയാ. ഫാത്തിമയോട് ചോദിക്കുകയാ, നിനക്ക് അടിമയെ വേണോ, സഹായമാണോ? ഫാത്തിമയതാ റസൂലുള്ളാഹിയോട് പറയുകയാ, ഒരടിമയെ കിട്ടിയാൽ സഹായകമാ പ്രവാചകരെ. റസൂലുള്ളാഹിയുടെ മുഖം ഇങ്ങനെ ചുമക്കുകയാ. റസൂലുള്ളാഹി പറയുകയാ, ഇല്ല ഇല്ല, തരൂല, ഇല്ല ഇല്ല. റസൂലുള്ളാഹി ഫാത്തിമയെ വിളിക്കുകയാ. എന്നിട്ടാ ഫാത്തിമയോട് പറയുകയാ, ഫാത്തിമ,
ഒരു ഭർത്താവിന് തന്റെ ഭാര്യയുണ്ടല്ലോ, ഇഖ്ലാസോടെ ഇബാദത്ത് ചെയ്താൽ, ഇഖ്ലാസോടെ പ്രവർത്തനങ്ങൾ ചെയ്താൽ, ഇഖ്ലാസോടെ നന്മകൾ ചെയ്താൽ, ഇഖ്ലാസോടെ ഖിദ്മത്ത് ചെയ്താൽ അൽഹംദുലില്ലാഹ് അവർക്ക് സ്വർഗ്ഗമുണ്ട്. ഫാത്തിമ എന്നിട്ട് അലിയാർ തങ്ങളെ വിളിക്കുകയാ, അലിയാർ തങ്ങളെ റസൂലുള്ള എന്റെ പ്രിയമുള്ളവരെ വിളിക്കുകയാ, ഫാത്തിമയെ വിളിക്കുകയാ. രണ്ടുപേരോടും പറയുകയാ, ഈ പറയുന്ന ദിക്റുണ്ടല്ലോ ഫാത്തിമ, കിടക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ ഈ പറയുന്ന ദിക്റുണ്ടല്ലോ ആരെങ്കിലും ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ, ഒരു ഭാര്യയും ഭർത്താവും ചൊല്ലിക്കഴിഞ്ഞാൽ ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ടല്ലോ ലഭിക്കുന്നതാ, ലഭിക്കുന്നതാ. റസൂലുള്ളാഹ് പറയുകയാ, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. ഈ പറയുന്ന ദിക്ർ 33 തവണയാ, 33 തവണയാ. ഏതെങ്കിലും ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടല്ലോ കിടക്കപ്പായിൽ ഇരുന്നു കൊണ്ട് ചൊല്ലിയാൽ അൽഹംദുലില്ലാഹ് അവർക്കതാ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കാൻ കഴിയുന്നതാ. അല്ലാഹുവേ, ഇവിടെ ഇരിക്കുന്ന പാവങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, സന്തോഷം കൊടുക്കണേ അല്ലാഹ്, റാഹത്തിലാക്കണേ അല്ലാഹ്. ഒരു ഭാര്യയും ഒരു ഭർത്താവും എന്റെ പ്രിയപ്പെട്ടവരെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് അൽഹംദുലില്ലാഹ് ജന്നാത്തുൽ ഫിർദൗസിൽ അൽഹംദുലില്ലാഹ് ഒരുമിച്ച് കിടക്കാൻ കഴിയുമെന്ന് ഹബീബന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കണേ റഹ്മാനെ, ഖബൂലാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. അപ്പൊ ഞാൻ പറയാ, നന്മകൾ അധികരിപ്പിക്കുന്നവരാരാ, നന്മകൾ അൽഹംദുലില്ലാഹ് അധികരിപ്പിക്കുന്നവരാരാ, അവർക്ക് നാളെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കടക്കാൻ കഴിയും. അല്ലാഹു സ്വീകരിക്കണേ റഹ്മാനെ, ഖബൂലാക്കണേ റഹ്മാനെ. നന്മ ചെയ്തൂടെ, ഇതിലേക്കൊരു നന്മ ചെയ്തൂടെ ഇൻഷാ അല്ലാഹ്. ഞാൻ പറയാ, ഞാൻ ഹംസ ഉസ്താദിന്റെ പേര് ഇങ്ങനെ വെറുതെ ഉസ്താദ് ഇരുത്തിപ്പൊക്കുമല്ല. ഉസ്താദ് എത്ര സങ്കടത്തിലാ പറയണേ, എത്ര വേദനയിലാ പറയണേ. ഉസ്താദെ, ഒരു പരിപാടി പോലും സംഘടിപ്പിക്കാൻ സമ്മതിക്കണില്ല ഉസ്താദെ. ഞാനിപ്പോ എന്റെ സങ്കടം കൂടി ഞാൻ പറയാം. ഞാൻ ഒരു 3 മാസം മുമ്പ് മലപ്പുറത്തൊരു സ്ഥലത്ത് വയലിന് പോകുമ്പോൾ അവിടുത്തെ ഒരു ഉസ്താദിന്റെ ദറസിന്റെ 40ാം വാർഷികം. ആ മഹലിലെ ഉസ്താദിന്റെ ദറസിന്റെ 40ാം വാർഷികം. വയല് തുടങ്ങിയത് 10 മണി കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ ഒരു 10:10 പോലീസുകാരും വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ നിർത്തണം, പെറ്റി കേസാവും, നിർത്തണം ഉസ്താദെ. ഞാൻ എന്തേ പരാതി വന്നിട്ടുണ്ട് ഉസ്താദെ, പെർമിറ്റ് കളയാൻ വേണ്ടിയിട്ട് സമയം കഴിഞ്ഞു ഉസ്താദെ എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ പരിപാടി ഇങ്ങനെ മുടക്കാൻ വേണ്ടി ചില ആളുകൾ ഇങ്ങനെ നോക്കും. ഞാൻ പറഞ്ഞു, ഈ പരിപാടിയുടെ നെയ്യത്ത് അൽഹംദുലില്ലാഹ് നമ്മുടെ മദ്രസയ്ക്ക് ഹംസ ഉസ്താദിനെ പുട്ടടിക്കാനാ അല്ല, എനിക്ക് പുട്ടടിക്കാനാ അല്ല, കമ്മറ്റിക്കാർക്ക് അടിക്കാൻ അല്ല, അവരൊക്കെ കഴിച്ചിട്ടാ വന്നേ. ഞാൻ പറയാ, സ്നേഹത്തിൽ പറയാ, ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ എല്ലാം അൽഹംദുലില്ലാഹ് നമ്മുടെ മദ്രസയുടെ സീറ്റ് പഠിക്കണം, നമ്മുടെ മദ്രസയ്ക്ക് നോക്കണം. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ നിന്നുകൊണ്ട് പറയണേ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ബക്കറ്റ് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ആത്മാർത്ഥതയോടെ അൽഹംദുലില്ലാഹ് കൊടുക്കണം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ ബക്കറ്റുമായിട്ട് ഇവിടെ അവിടെ ആരോ ആണമരിക്കാർ കൊണ്ടാ. അപ്പൊ എല്ലാവരും കമ്മിറ്റിക്കാർ ഈ ബക്കറ്റുമായിട്ട് പോണവരോട് പറയാ, ഇത് നിങ്ങളുടെ വീട്ടുകാർ അല്ല, ആർക്കാ? മദ്രസയ്ക്കാ. അപ്പൊ അതുപോലെ കൊണ്ട് കുലുക്കിക്കോണം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പം QR കോഡൊക്കെ ഉണ്ട്. അപ്പം പൈസ ഇല്ലാത്തവരെന്ത് ചെയ്താൽ മതി, ഇനി KSRTC വരെ ഇത് വന്നു, ഇനി നമ്മുടെ പള്ളിയിലും കൂടെ വരാനുണ്ടായിരുന്നുള്ളൂ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇത് ആരുടെ QR കോഡാ? അതൊക്കെ നോക്കണേ, കാരണം അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ആ സഹോദരിമാരുടെ ഭാഗത്തൊക്കെ വരും അല്ലെ? അപ്പൊ ഇൻഷാ അല്ലാഹ് അവിടെ ലൈറ്റ് കുറവാണ്, അപ്പൊ കുനിഞ്ഞിരിക്കരുതാരും ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഭാഗത്ത് ഒരു ഉസ്താദ്, ഞങ്ങൾ ഇടൂൽ ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, മാറിയിരിക്കാൻ പാടില്ല, എല്ലാവരും കൊടുക്കണം. എല്ലാവരും മുമ്പിൽ ചെന്ന് കുലിക്കാൻ പറ്റുന്നത് തന്നെ ആയിരിക്കണം കയറി പോണത് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ എല്ലാവരും കഷ്ടപ്പെട്ട പള്ളി പോയെന്ന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു, അത് അങ്ങനല്ല കേട്ടോ. ആർക്കും സങ്കടമൊന്നും ഉണ്ടാകണ്ട. എല്ലാവരും കഷ്ടപ്പെട്ട പള്ളി
കുറച്ച് പ്രതിസന്ധിയില്ല, അത് നമുക്ക് അല്ലാഹു തിരിച്ചു തരുമാറാവട്ടെ, അല്ലാഹു ഖൈറിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നെ അതൊക്കെ തിരിച്ചു കിട്ടുന്നേ, കാരണം സമസ്തയാ ശംസുൽ ഉലമ നയിച്ച പ്രസ്ഥാനമാ, വരക്കര നയിച്ച പ്രസ്ഥാനമാ, ചെറുശ്ശേരി ഉസ്താദ്, കോഴിക്കുട്ടി ഉസ്താദ്, അല്ലാഹുവേ അങ്ങനെ മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ അൽഹംദുലില്ലാഹ് നയിച്ച പ്രസ്ഥാനത്തിന്റെ പള്ളിയ അല്ലാഹു ഞങ്ങളിലേക്ക് തിരിച്ചു നൽകണേ റഹ്മാനെ, സ്വീകരിക്കണേ റഹ്മാനെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ മുമ്പിലേക്ക് ആ ബക്കറ്റ് വരും അല്ലേ? ഈ ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ പോക്കറ്റിലേക്ക് ഇങ്ങനെ കൈയിടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരു മലക്കുണ്ടാവും, ഒരു ശൈത്താനുണ്ടാവും. മലക്ക് പറയടാ ചങ്ങാതി, എടാ പൈസ കുറ ഇങ്ങനെ പറയും. ആ സമയത്ത് ശൈത്താൻ പറയും, കൊടുക്കല്ലടാ, ആ ധാർമ്മിക വണ്ടിക്ക് എണ്ണയടിക്കാനാണേ, കൂടെ വന്നവർക്ക് കൊണ്ടുപോകാനാണേ, ഹംസസ്ഥാനി പുട്ടടിക്കാനാണേ എന്നിങ്ങനെ എന്ത് ചെയ്യും, ഇങ്ങനെ ശൈത്താൻ പറയും. ആ സമയത്ത് മലക്കുകൾ അൽഹംദുലില്ലാഹ് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ എഴുതി വെച്ചോ, ആ പൈസ നമ്മൾ ഇൻഷാ അല്ലാഹ് കൊടുക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും കൊടുത്തില്ലേ? സ്റ്റേജിലേക്ക് വന്നില്ലേ? വന്നോ? സ്റ്റേജിലൊക്കെ വന്നില്ലെങ്കിൽ, കാരണം സ്റ്റേജിലൊക്കെ ഇരിക്കുന്നവർ സൂക്ഷിക്കണം, വേറൊന്നുമില്ല, ഒരൊക്കെ പിരിവിന് പൈസ കൊടുക്കേണ്ടി വരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ല, ഞാൻ പറഞ്ഞു, നമ്മുടെ നാട്ടിലെല്ലാവരും, പാവപ്പെട്ടവരും പൈസക്കാരും എല്ലാവരും അൽഹംദുലില്ലാഹ് ഒരുമിച്ച് നിന്നിട്ടാണ് അൽഹംദുലില്ലാഹ് നമ്മൾ ആ മദ്രസയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്നത്. വേറെ ഒരു സന്തോഷം, ഒരുപാട് ചെറുപ്പക്കാർ അൽഹംദുലില്ലാഹ് മദ്രസയ്ക്ക് വേണ്ടി ഇങ്ങനെ കൂടിയിട്ടുണ്ട് അല്ലേ? അവർ പഠിച്ച മദ്രസയ്ക്ക് വേണ്ടി, അവർ പഠിച്ച മദ്രസ എന്ന പ്രസ്ഥാനത്തിന് വേണ്ടി അൽഹംദുലില്ലാഹ് അവരെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അല്ലാഹു അവരെല്ലാം സ്വീകരിക്കണം റഹ്മാനെ, അവരെല്ലാം കബൂലാക്കണം റഹ്മാനെ, അവരെല്ലാവരും റാഹത്തിലാക്കി അനുഗ്രഹിക്കണം റഹ്മാനെ, അവരെല്ലാവരും സ്വീകരിക്കണം റഹ്മാനെ. പെണ്ണുങ്ങളുടെ ഭാഗത്ത് QR കോഡ് ഉണ്ടോ? ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു അവരെല്ലാം ഖൈറിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു എല്ലാവരും കബൂലാക്കണം റഹ്മാനെ. അപ്പൊ ആരെങ്കിലും ഒരാൾ നന്മകൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് അൽഹംദുലില്ലാഹ് ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കാൻ കഴിയും. 2 റസൂലുള്ളാഹ് പറയുന്നു, ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കുന്ന രണ്ടാമത്തെ വിഭാഗം ആരാ? മദീനയുടെ നായകരാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ പടച്ചവനെ പറയുകയാ, സഹാബാ, ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കുന്ന രണ്ടാമത്തെ വിഭാഗമുണ്ടല്ലോ, ആരെന്നറിയോ? ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, വയദഊനനാ റഹ്ബൻ വറഹ്ബാ, അല്ലാഹുവിലേക്ക് പ്രതീക്ഷ വെച്ച് ദുആ ചെയ്യുന്നവരാരാ? പടച്ചവനിലേക്ക് പ്രതീക്ഷ വെച്ച് ദുആ ചെയ്യുന്നവരാരാ? സങ്കടങ്ങൾ വരുമ്പോ, വേദനകൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ, താങ്ങാൻ കഴിയാത്ത സങ്കടങ്ങൾ വരുമ്പോ, ബിസിനസ് തകരുമ്പോ കരയാൻ പാടില്ല, സങ്കടപ്പെടാൻ പാടില്ല. അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് ദുആ ചെയ്യുന്നവരാരാ? ഉസ്താദേ, ക്യാൻസർ എന്ന മഹാമാരിയോ, ബ്രെയിൻ ട്യൂമർ എന്ന മഹാമാരിയോ, കോവിഡ് എന്ന മഹാമാരിയോ, ഒമിക്രോൺ എന്ന മഹാമാരിയാ, പ്രതിസന്ധിയിലാ, സങ്കടത്തിലാ, വിഷമത്തിലാ എന്ന് പറയുന്നവരോട് പറയുകയാ, കടങ്ങൾ വന്ന് പ്രതിസന്ധി അനുഭവിക്കുന്നവരെ, നിവർത്തികേട് കൊണ്ട് ലോൺ എടുത്തതാ, വീടതാ ജപ്തി ചെയ്യാൻ പോകുകയാ എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നവരോട് പറയുകയാ, ആരുടെ മുമ്പിലാ കരയേണ്ടത്? ആരുടെ മുമ്പിലാ കൈ നീട്ടേണ്ടത്? അള്ളയുടെ മുമ്പിലാണോ? അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ അവന്റെ ദുആ കൊണ്ടല്ലോ ഇജാബത്ത് ലഭിക്കുന്നതാ. ദഖലൽ ജന്ന, സ്വർഗ്ഗമുണ്ടെന്ന് റസൂലുള്ളാഹി അതാ പറയുമ്പോ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്രൂദ് എന്ന് പറയുന്ന രാജാവുണ്ടല്ലോ, നീചനായ രാജാവാ, ചമ്മാടിയായ രാജാവാ, മോശപ്പെട്ട രാജാവാ, ഇബ്രാഹിം നബി പടച്ചവനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ തീരുമാനിക്കുകയാ. മാസങ്ങളോളം വിറകുകൾ കൊണ്ടുവരികയാ, മാസങ്ങളോളം പടച്ചവനെ തീക്കുണ്ടാരമെന്ന പ്രിയമുള്ളവരെ വലിയ രീതിയിൽ കത്തിക്കുകയാ. തീക്കുണ്ടാരത്തിന്റെ മുകളിലൂടെ ഒരു പറയുകയില്ല, തീക്കുണ്ടാരത്തിലേക്ക് വീഴുമെന്ന് പടച്ചവനെ
പോകുന്നു, തീരുമല്ലോ. പടച്ചവനെ, നമ്പൂറെന്ന് പറയുന്ന രാജാവ് അനുയായികളോ സന്തോഷിക്കുന്നു. ഇബ്രാഹിം നബിയാ തീക്കുണ്ടാരത്തിൽ കിടക്കുകയാ, ജിബ്രീൽ കടന്നു വരികയാ. ഇബ്രാഹിം നബിയോട് ചോദിക്കുകയാ, നബിയേ, പ്രവാചകരേ, ഈ കാണുന്ന തീക്കുണ്ടാരമുണ്ടല്ലോ, ഈ കാണുന്ന തീക്കുണ്ടാരമുണ്ടല്ലോ, നിങ്ങൾക്ക് ഞാൻ ഇതൊരു മനോഹരമാകുന്ന തണുപ്പാക്കി തരട്ടെ. പടച്ചവനെ, ഇബ്രാഹിം നബി പറയുകയാ, വേണ്ട വേണ്ട, എനിക്കെന്റെ അമ്മയുണ്ട്, എനിക്കെന്റെ അമ്മയുണ്ട്, എനിക്കെന്റെ റബ്ബുണ്ട്, എനിക്കെന്റെ യജമാനനുണ്ട്, എനിക്കെന്റെ നാഥനുണ്ട് എന്നതോ ഇബ്രാഹിം നബി പോലും പറയുമോ. സങ്കടങ്ങളും വേദനകളും കണ്ണുനീര് യാതനകൾ വിഷമങ്ങൾ വരുമോ കരയാൻ പാടില്ല. അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് ദുആ ചെയ്യുന്നവരാ, അല്ലാഹുവിലേക്ക് പ്രതീക്ഷ വെച്ച് ദുആ ചെയ്യുന്നവരാ. അൽഹംദുലില്ലാഹ് ദഖലൽ ജന്ന, അവരാ സ്വർഗ്ഗത്തിലേക്ക് കടക്കുമെന്ന് പറയുമോ. അല്ലാഹുവേ, എന്റെ ദുആക്ക് നീ ഇജാബത്ത് തരണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്, റാഹത്തിലാക്കണേ അല്ലാഹുവിലേക്ക് പ്രതീക്ഷ വെച്ച് ദുആ ചെയ്യുന്നവരാരാ, അവർക്ക് അൽഹംദുലില്ലാഹ് ഫിർദൗസുൽ ഹബീബിനാ മുഹമ്മദ് മുസ്തഫ എന്ത് സങ്കടങ്ങൾ വന്നാലും എന്ത് വേദനകൾ വന്നാലും ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാ, നിങ്ങളുടെ ഭർത്താക്കന്മാർ വിദേശത്ത് അവർ കഷ്ടപ്പെടുകയാ, അവരുടെ ജോലി ശരിയാകുന്നില്ല, ശമ്പളം കൂടുന്നില്ല, അല്ലാഹുവിന്റെ സമുദ്രത്തിലേക്ക് പ്രതീക്ഷ വെച്ചുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹ് തരും എന്ന പ്രതീക്ഷ വെച്ചുകൊണ്ട് ദുആ ചെയ്തു. ഇൻഷാ അല്ലാഹ് അല്ലാഹ് ജന്നാത്തുൽ ഫിർദൗസിൽ കടക്കാം. ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ചില ആളുകളുണ്ട്, കടം വരും നേരെ ആത്മഹത്യ ചെയ്യും, കടങ്ങൾ വരും നേരെ ആത്മഹത്യ ചെയ്യും. നമ്മുടെ ഷൊർണൂർ ഭാഗത്ത് ഒരു സ്ഥലത്ത് വാങ്ങി പോകുമ്പോൾ നമ്മുടെ പരപ്പനങ്ങാടി ഭാഗത്ത് ട്രെയിൻ പെട്ടെന്ന് നിർത്തി അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് ട്രെയിൻ എടുക്കുന്നില്ല. ഒരു പോലീസുകാരൻ ഉസ്താദേ, ഏതോ ഒരു പെണ്ണ് ട്രെയിനിന്റെ മുന്നിൽ ചാടി ഉസ്താദെ ചിന്തിച്ചത് ഉസ്താദെ, ഏതോ ഒരു പെണ്ണ് ഈ ട്രെയിനിന്റെ മുന്നിൽ ചാടിയിട്ടുണ്ട് ഉസ്താദെ, ട്രെയിനിന്റെ അടിയിൽ പെട്ടിട്ട് ആ പെണ്ണ് ചിന്തിച്ചത് ഉസ്താദെ. പോലീസുകാരൻ പറയുമ്പോൾ ചില ആളുകൾ അങ്ങനെ കടങ്ങൾ വരുമ്പോൾ സങ്കടങ്ങൾ വരുമ്പോൾ താങ്ങാൻ കഴിയാത്ത പ്രതിസന്ധികൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ ആത്മഹത്യ ചെയ്യുന്നവർ പാടില്ല. ഒരിക്കലും സങ്കടപ്പെടല്ലേ. നിങ്ങളുടെ അമ്മയുണ്ടെന്ന് പറയുമ്പോൾ പ്രതിസന്ധി വന്നാലും അല്ലാഹു തരും എന്ന പ്രതീക്ഷ വെച്ചുകൊണ്ട് ദുആ ചെയ്യുന്നവരാരാ, അവരുടെ ദുആക്ക് ഇജാബത്ത് ഉണ്ടാകും. അവർക്ക് സ്വർഗ്ഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ കാര്യമുണ്ട്, എല്ലാ സങ്കടങ്ങൾക്കും എല്ലാ വേദനകൾക്കും എല്ലാ യാതനകൾക്കും ശേഷം ഒരു സന്തോഷ വാർത്തയുള്ള അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അല്ലേ. കടമില്ലാത്തവരാരുണ്ടാകും? സ്റ്റേജിൽ ഇരിക്കുന്നവരും നിങ്ങൾക്കുമൊക്കെ കടമുണ്ടാകും. അല്ലാഹുവേ, ഒരാളുടെ മുമ്പിലും കൈ നീട്ടാതെ ജീവിക്കാനുള്ള സൗഭാഗ്യം ഏവർക്കും നീ നൽകി അനുഗ്രഹിക്കണം. ഉസ്താദേ, മദ്രസയ്ക്ക് വേണ്ടി കൈ നീട്ടുന്ന ഉസ്താദെ കമ്മിറ്റിക്കാരെന്നൊക്കെ പറയുന്നവരുണ്ടാകും. അതുവേ മറ്റേതുവേ. അപ്പൊ ഞാൻ നിങ്ങളുടെ സ്നേഹത്തിൽ പറയാ, ഇഷ്ടത്തോടുകൂടി പറയാ, ഒരാളുടെ കൈ നീട്ടാതെ പ്രിയപ്പെട്ടവരെ ജീവിക്കാൻ കഴിയണം. പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് നമ്മൾ പ്രിയപ്പെട്ടവരെ കടക്കടിയിലേക്ക് വിടുക. ഞാൻ മംഗലാപുരത്ത് സൂറൽപ്പടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ വഴങ്ങി പോയപ്പോൾ എന്നെ ട്രെയിനിൽ നിന്ന് വിളിക്കാൻ വന്ന ഒരു സഹോദരങ്ങളുണ്ട്. അവിടെ രണ്ടുപേരുടെ മുഖത്ത് വല്ലാത്ത പ്രതിസന്ധി, വല്ലാത്തൊരു സങ്കടം, ദേഷ്യം. ഒരാളുടെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരി. എൻ്റെ ട്രെയിനിൽ കണ്ടപ്പോൾ തൊട്ട് എനിക്കിങ്ങനെ ചിരിക്കാൻ, ഞാൻ ചോദിച്ചവരെ എൻ്റെ മുഖത്ത് വല്ല പ്രശ്നമാണോ, അവൻ ഇങ്ങനെ വല്ലാതെ ചിരിക്കാം.
ഞങ്ങൾ ചോറ് കഴിക്കാണ്ടിരിക്കുമ്പോൾ ഇവൻ എന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഭയങ്കര ചിരി, ബാക്കി രണ്ടുപേരും ഇങ്ങനെ വല്ലാത്ത പ്രതിസന്ധി. അപ്പൊ ഞാന് ഈ രണ്ട് പ്രതിസന്ധി അനുഭവിക്കുന്ന മുഖച്ചായുള്ള രണ്ടുപേരോട് ചോദിച്ചു, നിങ്ങൾ എന്താ ചിരിക്കാതെ? നിങ്ങൾ എന്താ ചിരിക്കാതെ? ചോറ് കഴിക്കുമ്പോൾ പോലും നിങ്ങൾ ചിരിക്കണില്ല, എന്നെ കണ്ടിട്ട് പോലും നിങ്ങൾ ചിരിച്ചില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉസ്താദെ അതൊന്നുമില്ല ഉസ്താദെ. എന്താ ഉസ്താദെ? ഞങ്ങൾക്ക് ഒരു സ്ഥാപനമുണ്ട് ഉസ്താദെ, അത് പൊട്ടി പൊളിഞ്ഞു പോയി ഉസ്താദെ. ഞങ്ങൾക്ക് 3.5 കോടി രൂപ വീതം കടമുണ്ട് ഉസ്താദെ, ഇതെങ്ങനെ തീർക്കും ഞങ്ങൾക്കറിയില്ല ഉസ്താദെ. അങ്ങനെ ഞാന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി. ഞാൻ ഈ മൂന്നാമത്തോട് ചോദിച്ചു, എടാ നിനക്ക് പ്രതിസന്ധി പ്രശ്നമൊന്നുമില്ലേ, നീ എന്താ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണം എന്ന് ചോദിച്ചപ്പോ ഓൻ പറയും, ഉസ്താദെ ഈ രണ്ടുപേരുടെ തലവൻ ഞാനാണ് ഉസ്താദെ, ഈ രണ്ടുപേരുടെ തലവൻ ഞാനാണ് ഉസ്താദെ. ഇവർക്ക് 3.5 കോടിയാ കടമെങ്കിൽ എനിക്ക് 7.5 കോടിയാ ഉസ്താദെ കടം. ഇവർക്ക് 3.5 കോടിയാ കടമെങ്കിൽ എനിക്ക് 7.5 കോടിയാ ഉസ്താദെ കടം. ഞാൻ ചോദിച്ചു, നിനക്ക് എന്നിട്ടും പ്രയാസവും സങ്കടമൊന്നും ഇല്ലേ? ഈ ചങ്ങാതി പറയും, ഉസ്താദെ എനിക്ക് എന്റെ അള്ളയുണ്ട് ഉസ്താദെ. എനിക്ക് എന്റെ അള്ളയുണ്ട് ഉസ്താദെ. ചില ആളുകൾ അങ്ങനെ എത്ര പ്രതിസന്ധി വന്നാലും കരയൂല, എത്ര പ്രശ്നം വന്നാലും കരയൂല. അള്ളയുണ്ട് അല്ലാ എന്ന് പറഞ്ഞ് ഇങ്ങനെ ദുആ ചെയ്തു. നമ്മുടെ ഉസ്താദ് നേരത്തെ മൗലാ 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 ഇങ്ങനെ പറയുന്നുണ്ട്. കാരണം എന്തേ? അവിടെ ചെന്നൊന്ന് സിയാറത്ത് ചെയ്താൽ, അവിടെ ചെന്ന് ആ മഹാനവറുകളെ തവക്കുലാക്കി അല്ലാഹുവോട് ദുആ ചെയ്താൽ അതിന്റെ മഹത്വം പ്രതിഫലം ഒക്കെ കിട്ടും നമുക്കറിയാം. ഇപ്പൊ അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ തൊട്ട് ചാരത്തൊരു മക്കാമുണ്ട്, പട്ടാണി ഉപ്പാപ്പ എന്ന് പറയുന്ന ഒരു മഹാനവറുകളുടെ മക്ബറയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അവിടെ എല്ലാ ദിവസവും പോയി സിയാറത്ത് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പാ, ആരെങ്കിലും ഉണ്ടോ? എല്ലാ ദിവസവും അവിടെ പോയി സിയാറത്ത് ചെയ്യുന്നവരുണ്ടോ? ആരുമില്ല. ഞാൻ ചോദിക്കട്ടെ, എല്ലാ ദിവസവും ഒരു ഫാത്തിഹയെങ്കിലും ആ മഹാന്റെ ചാരത്തേക്ക് പോകുന്നവരുണ്ടെങ്കിൽ കൈവക്കിയപ്പാ. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഞാൻ പറയാ, നിങ്ങൾ നിസ്കരിക്കാൻ പോകുമ്പോ ആ മക്കാമിൽ കേറിയിട്ട് ഒരു സിയാറത്തിൽ ഒരു ഫാത്തിഹയെങ്കിലും ഓതാൻ കഴിയണം. ഉസ്താദെ സമയമില്ല ഉസ്താദെ, ഞങ്ങൾ പാലക്കാട് അല്ലെങ്കിൽ മണ്ണാർക്കാടൊക്കെ പണിയെടുക്കാൻ പോണവരാ ഉസ്താദെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും ഒരു ഫാത്തിഹയെങ്കിലും ആ മഹാന്റെ ചാരത്തേക്ക് ഓതണം. അല്ലാഹുവോട് ആ മഹാനവറുകളെ തവക്കുലാക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ടവർ ഓതാൻ കഴിയണം. ഇൻഷാ അല്ലാഹ് അല്ലാഹുവോട് കരഞ്ഞു ആരെങ്കിലും ഒരാൾ അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് കരഞ്ഞുകൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് ഇഖ്ലാസോടെ ദുആ ചെയ്യുന്നവരാരാ, അവർക്ക് അൽഹംദുലില്ലാഹ് ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ടെന്ന് ഹബീബനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഒരു കാര്യമുണ്ട്, ചില ആളുകളൊക്കെ പറയും, ഉസ്താദേ ഞങ്ങൾ ദുആ ചെയ്തിട്ട് ഞങ്ങൾ ദുആ സ്വീകരിക്കണില്ല. എന്താ പറയണേ? ഞങ്ങൾ ദുആ ചെയ്തിട്ട് ഞങ്ങൾ ദുആ സ്വീകരിക്കണില്ല. ദുആ ചെയ്യുമ്പോ 3 നിബന്ധനകൾ പാലിക്കണമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുന്നു. ദുആ ചെയ്യുമ്പോ 3 നിബന്ധനകൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കണം. ഏതാ? ദുആയുടെ തുടക്കത്തിൽ ഹംദ് പറയണമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെ പറയുന്നു. എന്താ നമ്മൾ ഞാൻ ദുആ ചെയ്താലും ഖതീബ് ഉസ്താദ് ദുആ ചെയ്താലും ഹംസ ഉസ്താദ് ദുആ ചെയ്താലും നിങ്ങൾ ആര് ദുആ ചെയ്താലും ആ ദുആയുടെ തുടക്കത്തിൽ ഹംദ് വേണമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുന്നു. ഹംദ് എങ്ങനെ പറയണ്ടേ? ഹംദ് എങ്ങനെ പറയണ്ടേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ വഹംദൻ ബിഖദ്രി കമാലിക വഅളമതി ദാതിക ദായിമൻ ബിദവാമി മുൽകിക യാ അല്ലാഹ്. ഇതാണ് ഹംദിന്റെ പല രീതിയിലുള്ള രൂപങ്ങളുണ്ട്. ഇങ്ങനെ ഹംദ് പറയാൻ അറിയില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ എന്ന് ചൊല്ലുക. 2 മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ എന്ത് ചെയ്യണം? സ്വലാത്ത് ചൊല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. എന്നിട്ട് ദുആയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങളുടെ മാതാപിതാക്കൾക്കും ഗുരുനാഥന്മാർക്കും വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഈ 3 നിബന്ധനകൾ പാലിക്കാൻ ചില ആളുകളൊക്കെ നിസ്കാരം കേട്ട് ഈ ചങ്ങാതി കൈ ഇങ്ങനെ നീട്ടാ, എന്താ പറയണേന്ന് ചങ്ങാതിക്ക് അറിയില്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് പറയാ, മുഹബ്ബത്തോടുകൂടി പറയാ, ആരെങ്കിലും ഒരാൾ അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലാഹ് തരുമെന്ന് പ്രതീക്ഷ വെച്ചുകൊണ്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അൽഹംദുലില്ലാഹ് ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ടെന്ന് ഹബീബനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ചില ആളുകളൊക്കെ പറയും, ഉസ്താദേ മക്കളില്ല, ഉസ്താദേ മക്കളില്ല
മക്കളില്ല ഉസ്താദേ, അത് വല്ലാത്ത സങ്കടം, അത് വല്ലാത്ത പ്രതിസന്ധിയാ. അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ നീ ഹൈറായ മക്കളെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈമാനുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മക്കളെ അല്ലാഹു ആർക്കും കൊടുക്കും, പക്ഷേ തലതെറിച്ച മക്കളാണെങ്കിൽ അത് വല്ലാത്ത കഷ്ടമാണ്. എന്നോടൊരു സഹോദരൻ പറഞ്ഞു, ഉസ്താദേ 3 മക്കളുണ്ട് ഉസ്താദേ, ഞാൻ ഓരോ ആഴ്ചയിലും ഓരോ പോലീസ് സ്റ്റേഷനിലാണ്. എന്തേ മക്കളൊക്കെ പോലീസുകാരാ ഉസ്താദേ. ഒരുത്തൻ ഒരു സ്റ്റേഷനിലെ പരിധിയിൽ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഞാൻ അവിടെ നികുതി ചീട്ടായിട്ട് ചെല്ലും, ഓനെ പുറത്തിറങ്ങി വീട്ടിലേക്ക് എത്തുമ്പോൾ എന്റെ അടുത്ത മോൻ ഗുണ്ട് ഉസ്താദേ, ഓൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഓനെ പുറത്തിറക്കാൻ വേണ്ടി ചെല്ലണം ഉസ്താദേ. അപ്പോഴായിരിക്കും 3ാമത്തെ പ്രശ്നം ഉണ്ടാക്കണം. വയനാട്ടിലെ പ്രിയപ്പെട്ട ഉപ്പയുടെ വീട് അല്ലാഹു കദരിശിക്കട്ടെ, അല്ലാഹു ഈ മതത്തിൽ ഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറയണത് നല്ല മക്കളെ, മിക്ക ആളുകളുടെ പരാതി 10 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്. ചില ആളുകളൊക്കെ ഉണ്ട് കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ കൊച്ചാപ്പ് വന്നിട്ട് ചോദിക്കും, മക്കൾ വല്ലതും ആയോ അല്ലേ? ചില വീട്ടിൽ അങ്ങനെയാ. കല്യാണം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ കല്യാണം കഴിഞ്ഞു, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വിരുന്നിന് പോകുമ്പോൾ 7 ദിവസമായിട്ടുണ്ടാവും കല്യാണം കഴിഞ്ഞിട്ട്. അവിടെ ചെന്ന് കയറുമ്പോ കൊച്ചുമ്മ ചോദിക്കണ ചോദ്യം എന്താ? സുഖമാണോന്നല്ല, എന്താ ചോദിക്കണേ? മക്കളും എല്ലായോ, പ്രസവിച്ചോ? 7 ദിവസമായുള്ള ഹീമ നൽകട്ടെ, അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. ഇത് ലുലുമാളിൽ നിന്ന് മേടിക്കാൻ പറ്റുന്ന സാധനം മക്കളെന്ന് പറഞ്ഞത് അല്ല. നെസ്റ്റോയിൽ ഓഫർ ഇടുന്ന സാധനം മക്കളെന്ന് പറഞ്ഞ അല്ല. അല്ലാഹ് തരണം, അല്ലാഹ് തരണം. ചില ആളുകളുണ്ട് അല്ലാഹ് തന്നാൽ വേണ്ടെന്ന് വെക്കുന്ന ചില ആളുകളുണ്ട്. ഇപ്പൊ ഞാൻ ഒരാളോട് ചോദിച്ചു, ഇവിടെ കല്യാണം കഴിഞ്ഞു ഉസ്താദേ, മക്കളുണ്ടോ? മക്കളില്ല ഉസ്താദേ. കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലായി? 4 കൊല്ലം. എത്ര കൊല്ലം? 4 കൊല്ലം. എന്തേ നിങ്ങള് മക്കള് എന്താ ഇല്ലാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പ്രതിസന്ധി ഉണ്ടോ? അതൊന്നും ഉസ്താദേ ഞങ്ങൾ ട്രൈ ചെയ്തില്ല, ഞങ്ങൾ അതിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല ഉസ്താദേ. അപ്പൊ ഞാൻ വീണ്ടും അങ്ങനെ ചോദിച്ചു, എന്താ ശ്രമിക്കാതെ? അതൊന്നുമില്ല ഉസ്താദേ, സാമ്പത്തിക ഉസ്താദേ. പിന്നെ ജനിക്കണ കൊച്ച് ലുലുമാളിലെ പാലല്ലേ കുടിക്കുക, ജനിക്കണ കൊച്ച് നെസ്റ്റോയിൽ ഈത്തപ്പഴല്ലേ കഴിക്കുക. അല്ലാഹു കദിരിശിക്കട്ടെ. ഈമാൻ നൽകി ഗ്രഹിക്കുമ്പോൾ അല്ലാഹ് തരുമ്പോൾ മേടിച്ചോണം പ്രിയപ്പെട്ടവരെ. എന്നോട് ഒരാൾ ഇതുപോലെ എന്നെ പറഞ്ഞു, ഉസ്താദേ പഠിച്ചൊരു ചങ്ങാതി പറഞ്ഞ, സാറേ കല്യാണം കഴിഞ്ഞു 3 കൊല്ലമായി, ഞങ്ങൾ ആദ്യത്തെ 1 കൊല്ലത്തിൽ മക്കൾ വേണമെന്ന് തീരുമാനിച്ചു പോയി. ഇപ്പോ ഞങ്ങൾക്ക് മക്കളെ വേണമെന്ന് വല്ലാത്തൊരു ആഗ്രഹമുണ്ട്, പക്ഷേ റബ്ബ് തരണില്ല. അതാ അല്ലാഹ് തരുമ്പോൾ മേടിച്ചോണം. പിന്നെ കരഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ കാര്യമില്ല. അള്ളാന്റെ സവിധത്തിലേക്ക് കരഞ്ഞുകൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് നിങ്ങളേക്കാളും പ്രതീക്ഷ, നീ അല്ലാതെ വേറെ ഒരാളുമില്ല റഹ്മാനെ പ്രതീക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവരാരാ? ദഖലൽ ജന്ന ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് സ്വർഗ്ഗമുണ്ടെന്ന് റസൂലുള്ളാഹി പറയുമ്പോൾ ഞാൻ ദിക്ർ പറഞ്ഞു തരാം. മക്കളില്ലാത്തവർക്ക് അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് കരഞ്ഞുകൊണ്ട് അല്ലാഹ് തരും എന്ന് പ്രതീക്ഷ വെച്ച് ദിക്ർ ചൊല്ലി ദുആ ചെയ്യുന്നവരാരാ? അവർക്ക് എന്റെ പ്രിയപ്പെട്ടവരെ മക്കളെ ലഭിക്കുമെന്ന് മൂസാ നബിയുടെ ഒരു വേദനിപ്പിക്കുന്ന നിസ്കാരം കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ ഇജാബത്തുള്ള ദുആ എപ്പോഴാ? നിസ്കാരത്തിന് ശേഷമുള്ള ദുആ. നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കും, ചിലരിങ്ങനെ മൂക്കിയിട്ടുണ്ടും ചിലവർ ചെവിയിട്ടുണ്ടും. നമ്മുടെ ഉസ്താദന്മാരൊക്കെ ആമീൻ ദുആ ചെയ്യുമ്പോൾ അതൊന്നും എന്റെ പ്രിയപ്പെട്ടവരെ നോക്കാതെ അവിടെ ഇവിടെയൊക്കെ പൊടിയും തട്ടിയിട്ട് ചെങ്ങാതെ ഇങ്ങനെ നിൽക്കാം. ചില ആളുകൾ ഇങ്ങനെ ആമീൻ പറയുമ്പോൾ ക്ലോക്ക് നോക്കുക, എന്നാ നിർത്താതെ എന്നിങ്ങനെ ക്ലോക്ക് നോക്കി ആമീൻ പറയുന്ന ചില ചങ്ങാതി കാത്തിരിക്കട്ടെ. ചോറുണ്ടെങ്കിൽ നേരത്തെ പോകും, പള്ളിയിൽ സലാത്ത് കേൾക്കാൻ നേരത്തെ പോയിട്ട് ഇങ്ങനെ ആമീൻ പറയുമ്പോ പഠിച്ചവനെ എനിക്ക് നെയ്ച്ചോറ് കിട്ടും, അല്ലാഹ് എനിക്ക് ചിക്കൻ കിട്ടും റഹ്മാനെ, എനിക്ക് പീസ് കിട്ടും റഹ്മാനെ എന്ന് ഇങ്ങനെ ചിന്തിച്ച് ആമീൻ പറഞ്ഞ ചങ്ങാതിമാര് അല്ലാഹു കാത്തിരിക്കട്ടെ. പാടില്ല. ഇഖ്ലാസോടെ അല്ലാഹു തരും എന്ന പ്രതീക്ഷ പോലെ മിക്ക ആളുകളും ദുആ ചെയ്യുമ്പോൾ അങ്ങനെ ദുആ ചെയ്യുന്നേ, ഇങ്ങനെ ഇരിക്കുക അല്ലാഹ് തരൂല എന്ന് പറഞ്ഞ് ഇങ്ങനെ കാട്ടാൻ പാടില്ല. അല്ലാഹു തരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ദുആ ചെയ്യുന്നവരാരാ? അവരുടെ ദുആയും സ്വീകരിക്കും, അവർക്ക് പ്രതിഫലവുമുണ്ട്. അവർക്ക് അൽഹംദുലില്ലാഹ് ജന്നാത്തുൽ ഫിർദൗസിൽ കടക്കാമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കല് മൂസാ നബിയുടെ ചാരത്തേക്ക് ഒരു പെണ്ണ് കടന്നു വരികയാ. ബഹുമാനപ്പെട്ട മൂസാ നബിയുടെ ചാരത്തേക്ക് ഒരു പെണ്ണതാ കടന്നു വരികയാ. എന്നിട്ടതാ മൂസാ നബിയോട് പറയുകയാ, മൂസാ നബിയേ, നിങ്ങൾ അല്ലാഹുവോട് സംസാരിച്ച പ്രവാചകരല്ലേ, നിങ്ങൾ അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമോ? മക്കളില്ല, കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി പ്രവാചകരെ ദുആ ചെയ്യുമോ? മൂസാ നബി അതാ 2 കരങ്ങൾ ഉയർത്തുകയാ. അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് കരഞ്ഞുകൊണ്ട് മൂസാ നബി അതാ ദുആ ചെയ്യുകയാ. അല്ലാഹ്, ഈ
സാധുവായ സഹോദരിക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. മൂസ നബി അതാ ദുആ ചെയ്യുമ്പോ ഒരു അശരീരിയത കടന്നു വരികയാ. മൂസ നബിയെ ദുആ ചെയ്തിട്ട് കാര്യമില്ലോ, ദുആ ചെയ്തിട്ട് കാര്യമില്ലോ, ദുആ സ്വീകരിക്കില്ല. മൂസ നബി അതാ ചോദിക്കുകയാ, എന്തുകൊണ്ടാണ് അല്ലാ? അതിന്റെ കാരണമുണ്ടല്ലോ, എന്താണ് അല്ലാ? മൂസ നബിയോട് അല്ലാഹ് പറയുകയാ, മൂസ നബിയേ ആ പെണ്ണിന് പ്രസവിക്കാൻ കഴിയൂല, ഉമ്മയാകാൻ കഴിയൂല. മൂസ നബി ആ പെണ്ണിനോട് പറയുകയാ, അല്ലാഹ് അറിയിച്ചതാ മോളെ, നിനക്ക് പ്രസവിക്കാൻ കഴിയൂലോ, ഗർഭിണിയാകാൻ കഴിയൂലോ, ഉമ്മയാകാൻ കഴിയൂല. പെണ്ണതാ സങ്കടപ്പെടുകയാ, വീട്ടിലേക്ക് തിരിച്ചു പോകുകയാ. പടച്ചവനെ, വർഷങ്ങൾ കഴിയുമ്പോ മൂസ നബി ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു പെണ്ണതാ കടന്നു വരികയാ. മൂസ നബിയോട് ദുആ ചെയ്യാൻ പറഞ്ഞു. പെണ്ണുണ്ടല്ലോ മൂസ നബിയുടെ ചാരത്തേക്ക് കടന്നു വരികയാ. എന്നിട്ടതോ ഒരാൾ കുഞ്ഞിനെയുണ്ടല്ലോ മൂസ നബിയുടെ കരങ്ങളിലേക്ക് കൊടുക്കുകയാ. മൂസ നബിയോട് പറയുകയാ, ഇതെന്റെ മോനാ, ഇതെന്റെ മോനാ, ഇതെന്റെ മോനാ. മൂസ നബി അതാ അത്ഭുതപ്പെടുകയാ. അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, അല്ലാ, നീയാണ് പറഞ്ഞത് പടച്ചവനെ, നീയാണ് പറഞ്ഞത് പടച്ചവനെ, നീയാണ് പറഞ്ഞത് പടച്ചവനെ. എന്തെന്നറിയോ, ഈ പെണ്ണിനതോ പ്രസവിക്കാൻ കഴിയൂല. എന്നിട്ട് ഈ പെണ്ണുണ്ടല്ലോ പ്രസവിച്ചത് നീ കണ്ടില്ല അല്ലോ, എന്തുകൊണ്ടാണ് അല്ലോ? മൂസ നബി അതാ ദുആ ചെയ്യുമ്പോ ഒരു അശരീരിയത കടന്നു വരികയാ. മൂസ നബിയോട് അല്ലാഹ് എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, മൂസ നബിയേ ആ പെണ്ണുണ്ടല്ലോ എല്ലാ ദിവസമതോ ഒരു ദിക്റ് ചൊല്ലിയവളാ, ഞാന് ഗർഭിണിയാക്കുമെന്നുള്ള പ്രതീക്ഷയില് ചൊല്ലിയവളാ. മൂസ നബി അതാ അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, അല്ലാഹുവേ ഏത് ദിക്റാണ് അല്ലാ? മൂസ നബി ആ ദിക്റ് ചോദിക്കുമ്പോ, മൂസ നബി ആ ദിക്റ് ചോദിക്കുമ്പോ അല്ലാഹു ആ പെണ്ണിനോട് ചോദിക്കാൻ പറയുകയാ. മൂസ നബി അതാ ദുആ ചെയ്തതിന് ശേഷമുണ്ടല്ലോ ആ പെണ്ണിനോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, പെണ്ണേ ഏതാണ് ദിക്റ് മോളെ, ഏതാണ് ദിക്റ് മോളെ? മൂസ നബി അതാ കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ ആ പെണ്ണതോ മൂസ നബിയോട് എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, കൊല്ലങ്കോടെന്ന് പറയുന്ന സ്ഥലത്ത് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരെ, മക്കളില്ലാതെ കരയുന്നവരെ, ഉസ്താദേ 20 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ടു, 5 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ടു, 10 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ടു, വേദനയാ, സങ്കടമാ, പ്രതിസന്ധിയാ. ആ പെണ്ണതാ മൂസ നബിയോട് പറയുകയാ, യാ റഹീം, യാ അല്ലാഹ്, യാ റഹീം, യാ അല്ലാഹ്. ഈ പറയുന്ന ദിക്റുണ്ടല്ലോ, ഈ പറയുന്ന ദുആയുണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്കതാ അല്ലാഹു നല്ല മക്കളെ കൊടുക്കുമെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട് പറയുകയാ, എന്റെ പ്രിയമുള്ള ഉമ്മമാരോട് പറയുകയാ, വയദുഉനാ റഹബൻ വറഅബാ. അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവരെ അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് അല്ലാഹ് തരുമെന്ന പ്രതീക്ഷയോടെ ആരെങ്കിലും ഒരാളെന്റെ പ്രിയമുള്ളവരെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു കഴിഞ്ഞാൽ ദഖലൽ ജന്ന ഹബീബുനാ മുഹമ്മദ് മുസ്തഫ